അല്ല ഇതിപ്പോൾ പറയാലോ, ഒരു സ്വതന്ത്രൻ്റെയോ അല്ലെങ്കിൽ മറ്റു UDF-ന് പുറത്തുള്ള ആളുകളുടെയോ പിന്തുണയില്ലാതെ ഞങ്ങൾക്ക് കിട്ടിയ വിജയമാണ്. നേരെ മറിച്ച് അൻവർ ഞങ്ങളെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ എഴുതൂലേ ഇത് മുഴുവൻ അൻവറിൻ്റെ വോട്ടാണ്. ഇപ്പോൾ അൻവറിൻ്റെ വോട്ട് എത്ര, UDF-ൻ്റെ വോട്ട് എത്ര എന്ന് കൃത്യമായി നമ്മൾ കണ്ടു. ഈ 2 വോട്ടും ഇടതു മുന്നണിക്കെതിരായുള്ള വോട്ടാണ്. അല്ല ആരാ അദ്ദേഹത്തെ, ഞങ്ങൾ അദ്ദേഹത്തെ ഉപയോഗിച്ചിട്ടില്ലല്ലോ. അദ്ദേഹത്തെ ഉപയോഗിച്ച് നിങ്ങളാണ് രാവിലെ മുതൽ അദ്ദേഹം മുതച്ച് തുടങ്ങിയത്. സത്യത്തിൽ അൻവർ പിണറായിക്കെതിരെ സമരം തുടങ്ങിയതിൻ്റെ ഒരു ഭാഗമാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ്. അൻവറും പിണറായിയും തമ്മിൽ നടക്കേണ്ടുന്ന സമരം നിങ്ങൾ UDF-ഉം അൻവറുമാക്കി മാറ്റാൻ ഒരു 10-15 ദിവസം കഠിന ശ്രമം നടത്തി. അതിൽ നിങ്ങൾ പരാജയപ്പെട്ടു. ലീഗിന് ഭൂരിപക്ഷം തിരഞ്ഞെടുപ്പിന് മുമ്പ് എത്രയും പ്രതീക്ഷിക്കുക, എത്രയും പറയാം, ഒക്കെ അല്ല തിരഞ്ഞെടുപ്പിൻ്റെ ഒരു ആരവം ഉണ്ടാക്കാൻ അതൊക്കെ ആവശ്യമില്ലേ? പുറത്ത് ഞങ്ങൾ 50,000 ഭൂരിപക്ഷം പറഞ്ഞാലും ഞങ്ങൾക്കൊരു കണക്കുണ്ടാവില്ല എത്ര കിട്ടുന്നു. ഏതായാലും ഞങ്ങൾ ജയിച്ചില്ലേ. അല്ല കണക്കിലേക്കല്ല, ഞങ്ങളെ മത്സരിപ്പിച്ച സ്ഥാനാർത്ഥി ഇന്ന് MLA ആയി സത്യപ്രതിജ്ഞ ചെയ്തു. അതിനല്ലേ ഞങ്ങൾ പണിയെടുത്തത്. എന്തിനാ അദ്ദേഹത്തിന് സഹായം? അദ്ദേഹവും മുസ്ലിം ലീഗും അടങ്ങുന്ന UDF-ന്റെ ചെയർമാനാണ് അദ്ദേഹം, പ്രതിപക്ഷ നേതാവാണ്. അദ്ദേഹം പ്രത്യേക സഹായം അഭ്യർത്ഥിക്കേണ്ട വല്ല കാര്യമുണ്ടോ? ഇല്ല, അതാണ് സത്യം. നിങ്ങളിപ്പോൾ പറഞ്ഞതാണ് ശരി. UDF-ന്റെ പൊതു താല്പര്യത്തോടൊപ്പമാണ് ലീഗിൻ്റെ താല്പര്യം. അല്ലാതെ ഞങ്ങൾക്ക് പ്രത്യേകിച്ച് അൻവറിനോട് മമതയോ വിദ്വേഷമോ ഇല്ല. നമ്മൾ സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ പറയണ്ടല്ലോ, മമതയോ വിദ്വേഷമോ ഇല്ലാതെ നീതിപൂർവം ഉത്തരവാദിത്വം നിർവഹിക്കും. ഇന്നത്തെ രാഷ്ട്രീയകാര്യ സമിതിയിലടക്കം ചില നേതാക്കൾ മാത്രം അൻവറിന് അനുകൂലമായി പറഞ്ഞതും ഭൂരിപക്ഷം അൻവറിനെതിരായിട്ടാണ് നിലപാടെടുത്തതാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ആ നിലപാട് തന്നെയാണ് ലീഗിനും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്, അല്ലേ? കോൺഗ്രസ് വേറെ പാർട്ടിയാണ്, ലീഗ് വേറെ പാർട്ടിയാണ്. അവർക്ക് അവരുടെ നിലപാട്, ഞങ്ങൾക്ക് ഞങ്ങളുടെ നിലപാട്. ഞാൻ പറഞ്ഞല്ലോ, ഇന്ന് അൻവർ ഞങ്ങളുടെ യോഗത്തിൽ ചർച്ചയേ ആയിട്ടില്ല. അത് ഞങ്ങൾ നോമിനേഷൻ കൊടുക്കുന്ന സമയത്ത് ആലോചിച്ചോളാം. ആണ് വിരുദ്ധമായിട്ടൊന്നും അവർ പറഞ്ഞിട്ടില്ല. അവർ പുതിയ ആളുകളെ കൂട്ടൽ നല്ലതാണെന്ന് പറഞ്ഞു. അത് ഞാനും പറഞ്ഞല്ലോ. അത് ആരെ കൂട്ടണോ, എപ്പോൾ കൂട്ടണോ, എങ്ങനെ കൂട്ടണം എന്നൊക്കെ UDF തീരുമാനിക്കേണ്ടത്. അവിടെ 20,000 വോട്ട് കിട്ടി എന്ന് പറഞ്ഞു. അത് ശരിയല്ലേ? നിങ്ങൾക്കും അറിയുന്നതല്ലേ? പ്രധാനമൊന്നും പറഞ്ഞിട്ടില്ല. പ്രധാനമൊന്നും അവിടെ ഒരു ഫാക്ടറായിരുന്നു. അവിടെ SDPI ഫാക്ടറായിരുന്നു. ഈ പിന്നെ BJP ഫാക്ടറായിരുന്നു. എല്ലാം മത്സരിച്ചവരും ഫാക്ടറാണ്. ET-യും മുനീർ സാഹിബും ലീഗിൻ്റെ നിലപാടല്ലാതെ പറയുമോ? വേറെ ഏതെങ്കിലും പാർട്ടിയുടെ നിലപാട് അവർ പറയുമോ? എന്താ ആരാ പറഞ്ഞ അൻവറുമായി ഞങ്ങൾ ചർച്ച നടത്തിയെന്ന്? ഇപ്പം നമ്മളെ വീട്ടിൽ തങ്ങളുടെ വീട്ടിൽ അൻവർ വരികയാണ്. തങ്ങൾക്ക് അവിടെ ഇറങ്ങി പോകാൻ പറ്റുമോ? വരികയും ഇരുത്തും, ചായ കൊടുത്തും, കുഞ്ഞാക്കുട്ടിയേക്കാട് ചായ കൊണ്ടുവരാൻ പറയും, കൊടുക്കും, ലോകം പറയും, പോരും. എന്താ ഈ കുഴപ്പം? കുഞ്ഞാക്കുട്ടി സാഹിബ് വരാം, എവിടെയും വരാമല്ലോ. കുഞ്ഞാക്കുട്ടി സാഹിബിൻ്റെ വീട്ടിൽ അൻവറിന് വരാമല്ലോ. എന്താ പ്രശ്നം? പിന്നെന്തിനാ നിങ്ങൾ ഇപ്പം തന്നെ ചോദിക്കണം? അപ്പം ചോദിച്ചാൽ പോരെ? തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ വേറെ പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ നിങ്ങളിത് മറക്കും, നിങ്ങൾ തന്നെ മറക്കും. പിന്നെ ഞാൻ അങ്ങോട്ട് പറഞ്ഞു തരേണ്ടി വരും.
പഴുത് അല്ലെങ്കിൽ അതിനൊരു അയവ് ഉണ്ടാവുക മുസ്ലിം ലീഗ് ഇടപെടുമ്പോഴാണ് എന്നാണ് സ്വാഭാവികമായി എല്ലാവരും നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഇന്നത്തെ PMS വാർത്താ സമ്മേളനത്തിൽ അത് ക്ലോസ്ഡ് ആണ്. മുസ്ലിം ലീഗും അദ്ദേഹത്തെ ക്ലോസ് ചെയ്തു എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഇന്നത്തെ യോഗത്തിൽ ചർച്ച ചെയ്തിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളൂ. വാതിലടച്ചു എന്നോ ക്ലോസ് ചെയ്തു എന്നോ ഞാൻ പറഞ്ഞിട്ടില്ല. അങ്ങനെ പറയണ്ട. ഞങ്ങളെ ഇന്നത്തെ യോഗത്തിൽ ചർച്ചയായിട്ടില്ല, ചർച്ച ആകേണ്ട ആവശ്യമില്ല. ആ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. അതിൻ്റെ റിസൾട്ട്, ഫലം, അതിൻ്റെ പ്രതികരണം, ഓരോരുത്തർക്ക് എത്ര ഇമ്പാക്റ്റ് എത്രയാണ് എന്ന് എല്ലാവർക്കും കൃത്യമായി ഞങ്ങളും അത് പഠിച്ചു. അതുകൊണ്ട് ഇപ്പോൾ അത് ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല. ചർച്ച ചെയ്യേണ്ട അവസരത്തിൽ ചർച്ചയ്ക്ക് വരുമ്പോൾ ചർച്ച ചെയ്യേണ്ട ബോഡികളിൽ മുസ്ലിം ലീഗിൻ്റെ അഭിപ്രായം പറയും. വളരെ ക്ലിയറാണല്ലോ. അല്ല, അതൊക്കെ എന്ന് പറഞ്ഞാൽ ആ ഡാൻസിൻ്റെ സ്വഭാവവും രൂപമൊക്കെ എന്താണെന്ന് അറിഞ്ഞിട്ടേ പറയാൻ പറ്റുള്ളൂ. അത് നമ്മുടെ സാംസ്കാരിക നിലവാരത്തെയും വിദ്യാർത്ഥികളുടെ സദാചാര ബോധത്തെയും ഒക്കെ അപഹരിക്കുന്നതാണെങ്കിൽ ശക്തമായി പ്രതിഷേധിക്കും. പിന്നെ നിങ്ങളാണ് ഇപ്പോഴും അടക്കാതിരിക്കുന്നത്. ഡാൻസ് വിവാദത്തില് ഇപ്പോ മുസ്ലിം സമുദായ സംഘടനാ നേതാക്കളൊക്കെ എതിർപ്പ് പറഞ്ഞിട്ടുണ്ട്. TK അഷ്റഫ് അത് അല്പവസ്ത്രധാരികളായിട്ട് ആൺകുട്ടികളെ പെൺകുട്ടികളെ ഒരുമിച്ച് ഡാൻസ് കളിപ്പിക്കാണെന്ന് പറയുന്നുണ്ട്. അബ്ദുൾ സമദ് പൂക്കോട്ടിനെ പോലെയുള്ള നേതാക്കളും എതിർപ്പ് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ നേതാക്കൾ പറയുന്ന നിലപാടിനൊപ്പമാണോ മുസ്ലിം ലീഗ് കാര്യത്തിൽ? അല്ല, ഞാൻ പറഞ്ഞല്ലോ, അതിൻ്റെ രൂപവും ഭാവവും വ്യക്തമായി അറിഞ്ഞതിന് ശേഷം ഞാൻ പ്രതികരിക്കാം. മതസംഘടനാ നേതാക്കൾ പറയേണ്ടതാണ്. അവരാണ് ഇത്തരം കാര്യങ്ങളിൽ ഇടപെടേണ്ടത്. മതവിശ്വാസത്തെയും സാംസ്കാരിക കാര്യങ്ങളെയൊക്കെ അപഹസിക്കുന്നതാണെങ്കിൽ സ്വാഭാവികമായും മതസംഘടനകൾ ഇടപെടണം. ഞങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ സ്വഭാവം. ലീഗിനെ സംബന്ധിച്ചിടത്തോളം UDFൻ്റെ ചെയർമാനാണ് സതീശൻ, അതിൻ്റെ കൺവീനറാണ് അടൂർ പ്രകാശ്, പ്രതിപക്ഷ നേതാവാണ് സതീശൻ, ഉപനേതാവാണ് കുഞ്ഞാലിക്കുട്ടി സാഹിബ്. അത്രയേ ഉള്ളൂ ഞങ്ങൾക്ക്. നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പിൽ ലീഗിന് വലിയ പങ്കുണ്ട്. ലീഗ് വളരെ ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്തിട്ടുണ്ട്. പക്ഷേ അതൊക്കെ എല്ലാവരും അംഗീകരിക്കുന്നുണ്ട്. പക്ഷേ ക്യാപ്റ്റൻ പട്ടമോ അല്ലെങ്കിൽ ഡെപ്യൂട്ടി ക്യാപ്റ്റൻ പട്ടമോ ഒന്നും തീർന്നില്ല. അല്ല, അതിന് ഞങ്ങളങ്ങനെ ആർക്കും പട്ടം കൊടുത്തില്ലല്ലോ. ഞങ്ങളാർക്കും പട്ടം കൊടുത്തിട്ടില്ല. അങ്ങനെ പട്ടം കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ. നിങ്ങളിങ്ങനെ ഓരോരുത്തർക്ക് പട്ടം കൊടുക്കല്ലേ നിങ്ങൾ? പട്ടാളക്കാരെന്ന് പറഞ്ഞാൽ രാജ്യത്തെ കാക്കുന്നവൻ, പാർട്ടിയെ സംരക്ഷിക്കുന്നവൻ. അതെല്ലാ പാർട്ടിക്കാരും അതാണല്ലോ. അത് പ്രസിഡന്റ് മാത്രമല്ലല്ലോ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇല്ല.